ഗ്രൂപ്പ് വിവാദങ്ങൾക്കിടെ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. രാജി KPCC നേതൃത്വം അംഗീകരിച്ചു. വയനാട് പാർട്ടിയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പച്ചൻ പാർട്ടിയിൽ അറിയിച്ചിരുന്നു. ടി ജൈസക്കിന് താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം. എന്റെ രാജിയെ പറ്റി എനിക്കറിയില്ല. പകരം ചുമതല കൊടുത്തതിനെ പറ്റി ഒന്നും ഞാൻ അറിയില്ല. ഞാൻ നേരത്തെ സംസാരിച്ചവർക്ക് വേണ്ട ലെറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരിക്കണം നിർബന്ധമായിട്ട് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. KPCC പറയാണ് ഇവിടെ തുടരണമെന്ന് പറഞ്ഞാൽ KPCC പറഞ്ഞാൽ തുടരും, ഇല്ലെങ്കിൽ വേണ്ട. KPCC നേതൃത്വം പറയട്ടെ. ഇനിയിപ്പോ എന്താണ് അങ്ങയുടെ ഒരു അടുത്ത ആലോചന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു തീരുമാനമില്ല. ഞാനിതൊന്നും അല്ല. ഞാനിപ്പോ ഒരു 5 മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്ക് പ്രൈമറി മെമ്പർഷിപ്പ് ഉണ്ട്. നാളെ പാർട്ടി പറയണ ആ പണി എടുക്കാൻ പറഞ്ഞ ആ പണി ഞാൻ അങ്ങ് എടുത്തോളും. വേറൊന്നുമില്ല. ഫൈസൽ നെടുമ്പാല വയനാട്ടിൽ നിന്നും, ഒപ്പം സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകി. ആദ്യം ഫൈസലിലേക്ക്. ഫൈസൽ, പാർട്ടിക്ക് വലിയ മാനക്കേടും തലവേദനയും ഉണ്ടാക്കിയ ഗ്രൂപ്പ് പോരും, ഏറ്റവും ഒടുക്കം ആത്മഹത്യകളും അതുണ്ടാക്കിയ ക്ഷീണവും, അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ND അപ്പച്ചന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. എന്താണ് അതിന് കാരണമായി അപ്പച്ചൻ ചൂണ്ടിക്കാണിക്കുന്നത്? ഫൈസൽ, കേൾക്കാമോ? സൈഫു, കേൾക്കാം. ഒന്നുകൂടി. ഫൈസൽ, ND അപ്പച്ചൻ സ്വയമേവ ഒഴിഞ്ഞതാണോ അതോ പാർട്ടി പുറത്താക്കിയതാണോ, എന്താണ് മനസ്സിലാകുന്നത്? സൈഫുദ്ദീൻ ND അപ്പച്ചനുമായി നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് മുമ്പ് പലതവണ രാജ്യസന്നദ്ധ അറിയിച്ചതാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിക്കത്ത് നൽകിയതുമാണ്. പക്ഷേ എന്നാൽ പെട്ടെന്നുണ്ടായ KPCCയുടെ ഒരു തീരുമാനത്തിൽ കാരണം എന്താണെന്ന് അറിയില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയാണ്. അത് മാത്രമല്ല, ഇന്ന് ഈ KPCC ഈ ഒരു തീരുമാനമെടുക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നും KPCC ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ND അപ്പച്ചൻ ഇപ്പോൾ നമ്മോട് തന്നെ സംസാരിച്ചത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെക്കാലമായി വയനാട് ജില്ലയിലെ കോൺഗ്രസിനകത്ത് വലിയ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ND അപ്പച്ചൻ. മുൻ MLA ആയിരുന്നു. DCCയുടെ തന്നെ പലതവണ DCCയുടെ പ്രസിഡന്റ് കൂടി ആയിരുന്ന ആളുകൂടിയാണ് ND അപ്പച്ചൻ. കഴിഞ്ഞ ഈ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്നത് തന്നെ ഇതിനു മുമ്പ് അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി വരികയുമാണ് ചെയ്തത്. കഴിഞ്ഞ ഈ ഒരു വർഷക്കാലത്തിനിടക്കാണ് വയനാട് ജില്ലയിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. NM വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായ ഗ്രൂപ്പ് പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. ND അപ്പച്ചന്റെ പേരുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ അന്നെല്ലാം ധീരമായിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് താൻ രാജിവെക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ND അപ്പച്ചൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ജോസ് നല്ലയിടത്തിന്റെ ആത്മഹത്യ, അതുപോലെ NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വയനാട്ടിലെ കോൺഗ്രസുകാർക്കിടയിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്നലെ NM വിജയന്റെ ബാധ്യതയായിട്ടുള്ള അർബൻ ബാങ്കിൽ ബാധ്യതയായിട്ടുള്ള 63 ലക്ഷം രൂപ പൂർണ്ണമായും അടച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ വരെ പുറത്തു വന്നതാണ്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ND അപ്പച്ചൻ, അതായത് DCC പ്രസിഡന്റ് ആയിരുന്ന ND അപ്പച്ചൻ രാജിവെക്കുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിലുള്ള ഒരു തരത്തിലുള്ള സൂചന പോലും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല സിഫു, നമ്മൾ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലം AICCയുടെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ KC വേണുഗോപാൽ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ് ഈ നേതാക്കളൊക്കെ തന്നെ വയനാട്ടിൽ എത്തിയിരുന്നത്. എന്നാൽ